മനുഷ്യ അവിടെ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നേ? എന്താന്ന് തപ്പുന്നത്? ഇടി ഞാനേ ഗ്യാസിന്റെ ഗുളിക കഴിക്കാൻ കയ്യിലെടുത്ത് അത് ഉരുണ്ടുരുണ്ടെങ്കിൽ പോകുന്നു. ഗ്യാസിന്റെ ഗുളികയോ? അത് ഇഷ്ടമുള്ള മോളിൽ ഇരിപ്പുണ്ടല്ലോ. ഇടി കളഞ്ഞത് എടുക്കണ്ടേ പിന്നെ? അതങ്ങ് പോട്ടെന്നേ. ഇതിനു വേണ്ടി സമയം എന്തിനാ മെനക്കെടുക്കുന്നത്? പോയി വേറെ എടുത്ത് കഴിക്കാൻ നോക്കും മനുഷ്യ. ചില്ലറ പൈസയുടെ കാര്യം. ഈ ചില്ലറ പൈസയുടെ അല്ല ഇടി, അത് ഔഷധം അതങ്ങനെ കളയാൻ പാടാ. ഇഷ്ടംപോലെ ഔഷധം വേറെ മോളിൽ ഇരിപ്പുണ്ടല്ലോ. അനക്കെന്ത് വയ്യേ? ഓഹ് കണ്ണനെ എടുത്തോണ്ടേ നടുവും പുറമൊക്കെ കഴിക്കുന്നേ. അതിനെ പോയിട്ട് തരണോ? വേണ്ട, ഞാനൊന്ന് മുകളിലോട്ട് കിടക്കാൻ പോയായിരുന്നു. പിന്നെ മുകളിലോട്ട് പോയി കിടക്ക്. അപ്പോഴേ കിട്ടിയാ എവിടെ കിടന്ന്? ഞാൻ ഇവിടെ കംപ്ലീറ്റ് നോക്കി. എന്റെ ഗ്യാസിന്റെ ഗുളി കളഞ്ഞ് ഞാൻ തപ്പിക്കൊണ്ട് കിടക്കരുത്. നിനക്ക് എവിടെ കിടന്ന് കിട്ടിയടേ? ഗ്യാസിന്റെ ഗുളിയൊന്നുമല്ല ചാ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ വെച്ചൂർ പശു നല്ല ഒന്നാം തരം ബ്രീഡ്, സൂപ്പർ, സെറ്റായി കിട്ടി. മക്കളെ നീയേ എന്നെ കണ്ടോണ്ട് വെച്ചൂർ പശുവിനെ തൂത്തുക്കുടി കളയാൻ വാങ്ങിക്കാനും നോക്കണ്ട. എന്നെ ഒരു പരിപാടിക്കും കിട്ടൂല. അച്ഛാ ഒന്നുമില്ല അച്ഛാ, പിണ്ണാക്ക്, പുളിയരിപ്പൊടി, പിന്നെ പച്ചപ്പുല്ല്, പാലിങ്ങനെ ശർവറാന്ന് വരും. ചെറുക്ക, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഒന്നാമത് മനുഷ്യൻ ഇവിടെ നിന്ന് തിരിയാൻ നേരമില്ല. ആ പിങ്കിയും കൊച്ചും കൂടെ വരുവാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ പണിയാ. അതിന്റെ ഇടയ്ക്ക് അവൻ്റെ ഒരു അമ്മ കഷ്ടപ്പെടുന്നു വേണ്ട, ഞാനും അച്ഛനും കൂടെ മാത്രം മതി അല്ലേ? നമ്മളിങ്ങനെ ക്ഷീര വിപ്ലവം ഇവിടെ സൃഷ്ടിക്കും. അയ്യോ, ഇയാൾ ഒറ്റയ്ക്ക് വിപ്ലവം ഉണ്ടാക്കിയാൽ മതി. ഒരു കുപ്പി പാല് വാങ്ങിക്കാൻ കാശ് കൊടുക്കാൻ പാടായിട്ടാണ് അവൻ പശുവിനെ വാങ്ങിക്കാൻ നടക്കുന്നത്. അച്ഛൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ പശുവിനെ വാങ്ങിക്കും. മാസം 2000 രൂപ അടവുള്ളൂ. പൈങ്കിളിക്കും കൊച്ചിനും പാല് കുടിച്ച് വളർന്നൂടെ? എടാ, പശുവിനെ വാങ്ങിക്കുന്നതിൽ അത്യാവശ്യം വേറെ കാര്യങ്ങളുണ്ട് ഇവിടെ. നിന്റെ ഭാര്യ നീ ആദ്യം കൊണ്ട് ഡോക്ടറിനെ കാണിക്കാൻ നോക്ക്. അവൾക്ക് ഈടായിട്ട് ഭയങ്കര മറവിയാടാ. അവള് പറഞ്ഞ അമ്മയ്ക്കാണ് മറവിന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? അവൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവക്കാടാ മറവി, എനിക്കൊന്നുമല്ല. അച്ഛാ, അമ്മ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. നിന്റെ ഭാര്യയെ കൊണ്ട് കാണിക്കണം. നീ എന്നെ കൊണ്ട് കാണിക്കാൻ പോയാലോ? എങ്ങോട്ട് പോവാൻ? അല്ല, ആശുപത്രി പോണ്ടേ? അല്ല, നടുവേദന എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. നടുവേനക്ക് ആണെങ്കിൽ ആശുപത്രി പോവാം. വേണ്ടേ? പോവാം. അല്ല, ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാറിയില്ലേ പോയാൽ മതി. വിളിച്ചാ മതിയേ കേട്ടോ. ഒന്ന് പോ എന്റെ മനുഷ്യ. മുകളിലോട്ട് ഇന്നും തപ്പിക്കൊണ്ടിരിക്കാതെ ഗ്യാസിന് കഴിക്കണ്ടേ? ഗ്യാസിന്റെ ഗുളിക ഒന്ന് കേറി പോ മുകളിലോട്ട്. ഞാൻ മുകളിൽ നിന്ന് വേറെ ഒരെണ്ണം എടുത്തു തരാം. എനിക്ക് നടുവേന എടുക്കുന്നൊന്ന് പോ. എടി അല്ലടി, ഒരു ഗുളിക. ഇവിടെ ഗുളിക ഓ, ഈ വലിയ പശുവാണ് ചൊവ്വൂർ പശു. ചൊവ്വൂരല്ല മക്കളെ, വെച്ചൂർ പശു. വെച്ചൂർ. അത് ഭയങ്കര പൊക്കം കുറവാണ്. ആണോ? ഇത്ര പൊക്കേ കണ്ടു. എനിക്ക് എടുത്തോണ്ട് നടക്കാൻ പറ്റുമോ? എടുത്തോണ്ട് നടക്കാൻ വേണമെങ്കിൽ. നീ പോണ സ്ഥലത്തെല്ലാം നിന്റെ കൂടെ വരും. അതല്ല, ഈ പട്ടിനെയും പൂച്ചനെയും ഒക്കെ നടത്തി കൊണ്ടുപോണില്ലേ? അതേ കണക്കാ. അയ്യോ, അതേ കണക്ക് പറ്റുമോ വെച്ചാ? അതേണക്ക് പറ്റൂല. നമുക്ക് ഈ പറമ്പിലും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് അഴിച്ചു വിട്ട് വളർത്തണം. അപ്പൊ ഇഷ്ടം പോലെ പാല് വരും. കൊള്ളാം. പ്രാവിന്റെ നാറ്റം കൊണ്ട് എന്നോട് സഹിക്കാൻ വയ്യ. പശുവിനെ കൂടെ കൊണ്ട് കയറ്റാൻ പോകുന്നു. എങ്ങനെ? പ്രാവിന്റെ നാറ്റം തന്നെ സഹിക്കാൻ വയ്യ, പിന്നെ പശുവിനെ കൂടെ കൊണ്ട് കയറ്റാൻ പോകുന്നു. ഇവിടെ പാലൊഴിച്ച് ചായ കുടിക്കുമ്പോ ഈ നാറ്റം തോന്നാറുണ്ടോ? എന്ന് പറഞ്ഞ നാറ്റം സഹിക്കണമെന്നുണ്ടോ ഏട്ടാ? അല്ല, അത് അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട്. ചിറ്റപ്പണി ഞങ്ങളെ സഹായിച്ചൂടെ? സഹായിച്ചൂടെ? സഹിക്കാൻ പാടില്ലെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ തീരുമാനം? ഞങ്ങളുടെ വെച്ചാല് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. ഓഹോ, അതാരൊക്കെയാണ് അസോസിയേഷൻ ഉണ്ടാക്കിയത്? അത് ഞാനും അച്ഛനും ചേട്ടത്തിയും കൂടെ. ഞങ്ങൾക്ക് ഈ പ്രാവ് ഇതൊന്നും വളർന്ന ഇഷ്ടമല്ല. രാവിലെ റെസിഡൻസ് താമസേഴ്സ് അസോസിയേഷൻ. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല മക്കളെ. അത് അമ്മ ഇതിനകത്തുണ്ടാ? ചേട്ടത്തി ഉണ്ട് ഇതിനകത്ത്. അല്ല, അമ്മ സാധാരണ ഓപ്പോസിറ്റ് ഇരിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞ കേൾക്കും ചേട്ടത്തി. പിന്നെ അത് മാത്രമല്ല, പൈങ്കിളി വന്ന് കയറുന്നതിനകത്ത് സംഘടന, ഞങ്ങളുടെ സംഘടനയില്ലേ? നിന്റെ അസോസിയേഷൻ ഉണ്ടല്ലേ, ചവിട്ടി പൊട്ടിക്കുന്നേ. പൊട്ടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അത് മാത്രമല്ല, അവർക്ക് ഈ നാറ്റം സഹിക്കാൻ പറ്റത്തില്ല, കൊതുകടിയും. അതുകൊണ്ട് അവൾ എന്തായാലും ഇതിനകത്ത് ഒന്ന് കയറും. ഞങ്ങൾ പശുവിനെ പ്രാവിനെ നടത്താൻ അവിടെ സമ്മതിക്കൂല. അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും. അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത് പൂട്ടാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് നോക്കാം. നീ എന്തായാലും വിളിക്കുന്നത്? അസോസിയേഷന്റെ പേരെന്തുവാ? പ്ലാവില താമസേഴ്സ് റെസിഡൻസ് അസോസിയേഷൻ. എനിക്ക് എന്നോട് പാകള. ഞങ്ങൾ അച്ഛൻ്റെ കൂടെയാണ്. നീ ചെല്ലേ. അച്ഛാ, നീ വന്നാ കുറച്ച് കഴിയുമ്പോൾ വരെ. ഞാൻ